ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയിലെ ഒരു സ്നൈപ്പറാണ് ഹെൻറി ബ്രോഗൻ. തന്റെ അവസാനത്തെ മിഷൻ പൂർത്തിയാക്കിയ ശേഷം വിരമിക്കാൻ തീരുമാനിക്കുന്ന ഹെൻറിയെ തേടി ഇപ്പൊ പുതിയ പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. അവന്റെയും ഫ്രണ്ട്സിന്റെയും ജീവൻ വരെ അപകടത്തിലാവുന്ന ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ജെമിനി എന്ന മിലിറ്ററി ഫോഴ്സ് ആണെന്നും അവരെ കൊല്ലാൻ നിയോഗിക്കപ്പെട്ടത് ഹെൻറിയുടെ തന്നെ ക്ലോൺ ആണെന്നുമുള്ള സത്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നു. ഹായ് മുത്തുമണീസ്, ജെമിനിമാൻ എന്ന സിനിമയുടെ കഥ പറയുന്ന രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ മുകളിൽ ഇപ്പോൾ ഒരു ഐക്കാർഡ് വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താലും മതി കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ഇനി സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. സോ വെൽക്കം ബാക്ക് ടു കഥ ഇതുവരെ. ഹംഗറിയിലാണ് ഹെൻറിയും കൂട്ടുകാരും ഇപ്പോൾ ഉള്ളത്. ജാക്കിന്റെ ഇൻഫോർമർ യൂറിയെ കാണുക എന്ന ലക്ഷ്യവുമായി എത്തിയതാണ്. അങ്ങനെ ഇപ്പോൾ അവർ യൂറിയെ മീറ്റ് ചെയ്യാൻ കേട്ടോ. ഡോമോവിനെ എന്തിനാണ് കൊന്നത്? അയാളും വെരിസും തമ്മിൽ എന്താണ് പ്രശ്നം? ഇതറിയാനാണല്ലോ ഇത്രയും ദൂരം വന്നത്. ഡോമോവിന്റെ കഴിവ് ലോക പ്രശംസനീയമാണ്. അയാളെ വെച്ചാണ് ഹെൻറിയുടെ ക്ലോൺ വെരിസ് സാധിച്ചെടുത്തത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അയാൾ മറ്റൊരു പുതിയ കണ്ടുപിടുത്തം കൂടി നടത്തിയിട്ടുണ്ട്, മോഡിഫൈഡ് ഹ്യൂമൻ DNA. മിലിറ്ററി ഫോഴ്സിലുള്ളവർ കൂടുതൽ സ്ട്രോങ്ങും സ്മാർട്ടുമാകാൻ, കൂടുതൽ ശക്തരും ധീരന്മാരുമാകാൻ ആഗ്രഹിച്ച ഡോമോവ് വലിയ അളവിൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എന്നാൽ വെരിസിന്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. മിലിറ്ററി ഫോഴ്സിലുള്ളവർ കൂടുതൽ സ്ട്രോങ്ങും സ്മാർട്ടും ആകുന്നതോടൊപ്പം ഇമോഷൻസ് ഫ്രീ ആകാനും അയാൾ ആഗ്രഹിച്ചു. അതായത് ഇപ്പോ ഹെൻറിയുടെ കാര്യം തന്നെ എടുത്താൽ പ്രായം, ഫിറ്റ്നസ്, കാഴ്ചശക്തി, കേൾവിശക്തി, ഓർമ്മശക്തി എന്നിവയെല്ലാം പതിയെ പതിയെ ഫോഴ്സിന് ഒരു ഭാരമായി വരും. മാത്രമല്ല അവനിപ്പോ പെട്ടെന്ന് വിരമിക്കാനുണ്ടായ പ്രധാന കാരണം ഇമോഷൻസ്, കുറ്റബോധം ഇവയൊക്കെ ആണല്ലോ. എന്നാൽ ഒരു ഇമോഷനും ഇല്ലാതെ പ്രായം, ഫിറ്റ്നസ് എന്നിവ തളർത്താത്ത ഒരു ഫോഴ്സ് ഈ ലോകത്തുണ്ടായാൽ പിന്നീടുള്ള അവസ്ഥ പറയണോ? ഈ ലോകം തന്നെ നശിപ്പിക്കാൻ കഴിയും. ഡോമോവ് കണ്ടുപിടിച്ച മോഡിഫൈഡ് ഹ്യൂമൻ DNA വെരിസിന്റെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. ജെമിനി ഫോഴ്സിനെ ആർക്കും കീഴടക്കാൻ കഴിയാത്തത്ര ശക്തരാക്കുക. അതിനെതിരെ നിന്നതാണ് ഡോമോവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം. ഈ വിവരങ്ങളെല്ലാം ഹെൻറി ഡാനിയുമായും ബാരോണുമായും പങ്കുവെക്കാണ്. എന്റെ ഈ 50 വയസ്സിനിടയിൽ ഇങ്ങനെ ക്ലോൺ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ആദ്യമാണെന്നാണ് ഹെൻറി പറയുന്നത്. ഇപ്പൊ ബാരൻ പറയണേ 51. 50 അല്ല 51 വയസ്സായി നിനക്ക്. എന്താ ബാരോണ്, അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ കൂട്ടത്തിലും കാണില്ലേ ഇതുപോലെ സീരിയസ് ആയി സംസാരിക്കുമ്പോൾ വയസ്സ് തിരുത്തി തരുന്ന ഒരു കൂട്ടുകാരൻ. ഞാനും അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് കഥയിലേക്ക് തിരികെ വരാം. യൂറി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ വെരിസിനെ ഒതുക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ജൂനിയർ. അതിനുള്ള പ്ലാൻ അവർ വർക്കൗട്ട് ചെയ്യാണ്. അവിടെ നിന്ന് സീൻ കട്ടായിട്ട് ജോർജിയയിലാണ് കേട്ടോ കാണിക്കുന്നത്. ജാനറ്റിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു മെസ്സേജ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആരാണ് മെസ്സേജ് അയച്ചതെന്ന ജാനറ്റിന്റെ ചോദ്യത്തിന് എന്റെ അക്കൗണ്ടിലേക്ക് $10,000 അയച്ചു തന്നവൻ എന്നായിരുന്നു അവന്റെ മറുപടി. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു കേട്ടോ: ഹലോ ജാനറ്റ്, വീണ്ടും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പായി നീയും ഒരു കാര്യം ഓർത്തിരിക്കണം. നിന്റെ വീട്ടഡ്രസ്, സെക്യൂരിറ്റി അലാം കോഡ്, ഡെയിലി റൊട്ടീൻസ് എല്ലാം എനിക്കറിയാം. ഇപ്പൊ ജാനറ്റിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഹെൻറിയാണ്. അവൾ എന്തേലും പറയുന്നതിന് മുന്നേ ഹെൻറി അവൾക്കൊരു മുന്നറിയിപ്പ് നൽകാണ്. നിന്റെ ചുറ്റിലും എന്റെ ഷൂട്ടേഴ്സ് ഉണ്ട്. നീ ആ കസേരയിൽ നിന്ന് ഒന്ന് അനങ്ങിയാൽ അവർ എന്നെ തീർത്തു കളയും. എന്നിട്ടിപ്പോ ചോദിക്കുകയാണ്, ഈ ലോകത്തിന് എന്നെ പോലെ ഒരാളെ വേണമെങ്കിൽ ഞാനൊരു അച്ഛനാകാൻ തയ്യാറാകുമായിരുന്നു. പിന്നെന്തിനാ ഈ ക്ലോൺ പരിപാടിയൊക്കെ? അതെല്ലാം വെരിസിന്റെ പണിയാണെന്നും തനിക്കതിൽ ഒരു പങ്കുമില്ലെന്നും ജാനറ്റ് പറയുന്നത്. ഇപ്പൊ ഹെൻറി പറയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഏജന്റ് ഡാനി എന്റെ കൂടെ പെട്ടുപോയതാണ്. നീ പറഞ്ഞ പോലെ അവൾക്കും എനിക്കും യാതൊരു ബന്ധവുമില്ല. അവൾ തിരികെ നാട്ടിലേക്ക് വരാനും DIAൽ റീജോയിൻ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവളെ ഒരാളുടെ കയ്യിൽ മാത്രമേ ഏൽപ്പിക്കൂ. എന്നെ കൊല്ലാൻ നിങ്ങളയച്ച എന്റെ ക്ലോണിന്റെ കയ്യിൽ. എപ്പോ നിങ്ങൾക്ക് അവനെ ഇങ്ങോട്ടേക്ക് അയക്കാൻ പറ്റും? ഇതിന് 5 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ അവിടെ എത്തുമെന്നാണ് ജാനറ്റ് മറുപടി നൽകിയത്. അത് കേട്ട് ഹെൻറി ഒന്ന് ഷോക്കാവട്ടോ. ഹെൻറിയെ തേടി ജൂനിയർ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ എങ്ങനെ ഇവരുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു എന്നാണ് അവന്റെ സംശയം. അവന്റെ ഈ സംശയം അവൻ ഡാനിയോടും ബാരോനോടും പങ്കുവെക്കുന്നുമുണ്ട്. ഏതായാലും ഇന്ന് രാത്രി 12 മണിക്ക് കോർട്ട്യാർഡിൽ വന്നാൽ ഡാനിയെ കൊണ്ടുപോകാമെന്നാണ് അവർ ജാനറ്റിയോട് പറഞ്ഞത്. അങ്ങനെ അർദ്ധരാത്രിയോടടുത്ത് ഹെൻറിയും ഡാനിയും കോർട്ട്യാർഡിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാൻ വർക്കാകുമോ എന്ന് ഡാനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. എന്നാൽ ഹെൻറിക്ക് അത്തരമൊരു സംശയമേ ഇല്ല. കാരണം ജൂനിയർ ഹെൻറിയെ കൊല്ലണം. ഡാനി കൈവശമുണ്ടെങ്കിൽ അവൻ ഈസിയായി ഹെൻറിയെ കീഴ്പ്പെടുത്താമെന്ന ചിന്ത ജൂനിയറിന്റെ മനസ്സിലുണ്ടാകുമെന്ന് തന്നെയാണ് ഹെൻറിയുടെ കണക്കുകൂട്ടലുകൾ. അങ്ങനെ ഇപ്പോൾ കാറിൽ നിന്നിറങ്ങിയ ഡാനി കോർട്ട്യാർഡിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലുന്നു. അവളെയും കാത്ത് ജൂനിയർ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അകത്തേക്ക് പോകണമെങ്കിൽ ഡാനിയുടെ ഡ്രസ്സ് മുഴുവൻ അഴിക്കണമെന്നും സെക്യൂരിറ്റിയുടെ ഭാഗമായി അവളെ ചെക്ക് ചെയ്യണമെന്നും അവൻ പറയാണ്. അങ്ങനെ അവളുടെ ഡ്രസ്സും ശരീരവും മൊത്തം ചെക്ക് ചെയ്ത് ഒന്നുമില്ലെന്ന് ജൂനിയർ ഉറപ്പുവരുത്തുന്നുണ്ട്. എന്നിട്ട് ഹെൻറിയെ കോൾ ചെയ്യാണ്. 12 മിനിറ്റിനുള്ളിൽ ഹെൻറി ജൂനിയർ പറയുന്നിടത്ത് വന്നില്ലെങ്കിൽ ഡാനിയുടെ തലയിൽ 2 ബുള്ളറ്റുകൾ കയറുമെന്ന് പറയാണ്. എന്നിട്ട് ഡാനിയെയും കൂട്ടി ഒരു ടാക്സിയിൽ കോർട്ട് ചേംബർ ഓഫ് കാസിൽ ഗ്രൗണ്ട് എന്ന സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിയെ ഹെൻറിയെ കൊല്ലാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് ജൂനിയറോട് ഡാനി പറയുന്നുണ്ടെങ്കിലും അവൻ അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിലായിരുന്നു. ഞാനും നിന്നെപ്പോലെ അവനെ ഫോളോ ചെയ്തിരുന്നെന്നും പിന്നീടാണ് അവൻ വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് മനസ്സിലായതെന്ന് എന്നൊക്കെ ഡാനി പറഞ്ഞു നോക്കുന്നുണ്ട്. എവിടെ ഒരു കാര്യമില്ല. ഹെൻറിയെ കൊല്ലുക എന്നുള്ളത് അവനെ ഏൽപ്പിച്ച ജോലിയാണ്. അതിൽ ഉറപ്പില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് അവൻ. അങ്ങനെ ഇപ്പോൾ അവർ ചേംബർ ഓഫ് കാസിൽ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അകത്ത് കയറി ജൂനിയർ ഡാനിയെ കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലേക്കാണ് പോയത്.
ഭയാനകമായ ഒരു ഇരുട്ടറയായിരുന്നത്. ഒരുപാട് അസ്ഥികൂടങ്ങൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്ന കലാപങ്ങൾ നടത്തുന്ന ആളുകളെ കൊണ്ടുവന്ന് രഹസ്യമായി കൊന്നു തള്ളിയിരുന്ന ഒരു സ്ഥലമാണിത്. ഹെൻറിയെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വകവരുത്താൻ തന്നെയാണ് ജൂനിയറിന്റെ പ്ലാന്. അതിനുള്ള ട്രാപ്പുകൾ ഗ്രാനേഡ് വെച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ അവൻ. എന്നിട്ട് അവിടെയുള്ള പവർ സിസ്റ്റം കംപ്ലൈന്റ് ആക്കാണ്. ഇപ്പോ ഡാനി അവനോട് പറയുന്നുണ്ട്, നിന്റെ ഐഡിയ കൊള്ളാം, പവർ ഓഫ് ആക്കുന്നു. ഇരുട്ടി തപ്പി തടഞ്ഞ് ഹെൻറി ഗ്രനേഡ് ചവിട്ടിയാൽ അത് നിനക്ക് ഗുണം ചെയ്യും. ഗ്രനേഡ് എക്സ്പ്ലോഡ് ആയാൽ പരിക്ക് പറ്റി അവന്റെ കരുത്ത് കുറയും. വോ, സൂപ്പർ ഐഡിയ. പക്ഷെ ഇനി എങ്ങാനും അതെല്ലാം മറികടന്ന് അവൻ നിന്റെ അടുത്തെത്തി വല്ല മയക്കാനുള്ള ഗ്യാസും അവൻ യൂസ് ചെയ്താലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ജൂനിയർ ഉണ്ടല്ലോ നൈറ്റ് വിഷൻ ഗ്ലാസും മാസ്കും ഒക്കെ വെച്ച് എന്തിനും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവളെ ഹാൻഡ് കഫ് ചെയ്തിട്ടാണ്. ആട്ടിൻകുട്ടിയെ ഇരയാക്കി നിർത്തിയുള്ള വേട്ടക്കാരന്റെ അതേ തന്ത്രം. ഇപ്പൊ ഡാനി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഹെൻറിയെ കൊല്ലുന്നത്? അവരെന്താണ് അവനെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ജൂനിയർ മറുപടി കൊടുക്കുന്നു, ഒരേ സമയം 8 ഏജൻസിനെയും അവന്റെ അസിസ്റ്റന്റിനെയും കൊന്ന അവനിപ്പോ ഒരു ചെകുത്താനാണ്. ഇങ്ങനെ പോയാൽ അവൻ ഈ ലോകം തന്നെ ഇല്ലാതാക്കും. ഇത് കേട്ട ഡാനി അവന്റെ വാദങ്ങളൊക്കെ അപ്പാടെ എതിർക്കാണ്. അവൻ ആ 8 ഏജൻസിനെ കൊല്ലുന്ന സമയത്ത് ഞാനും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് അവനെ കൊല്ലാൻ വന്നത്. അവനെ മാത്രമല്ല എന്നെയും കൊല്ലാൻ ശ്രമിച്ചു. ഞങ്ങൾ സ്വയരക്ഷക്കാണ് അവരെ കൊന്നത്. പിന്നെ അസിസ്റ്റന്റ് മറീനയുടെ കാര്യം, അവൻ കൊല്ലപ്പെട്ടത് ജോർജിയയിലാണ്. ഏജൻസ് കൊല്ലപ്പെട്ടതോ ബട്ടർ മിൽക്ക് സൗണ്ട് എന്ന സ്ഥലത്തും. ഹെൻറിക്ക് ഒരുപാട് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ഈ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരത്തിൽ നിന്ന് കഴിയില്ല എന്ന് ജൂനിയറിനൊന്ന് ആക്കി പറയാണ് ഡാനി. ഇപ്പൊ ജൂനിയർ ബാക്കിയുള്ള പവർ സിസ്റ്റം കൂടി കംപ്ലൈന്റ് ആക്കിയിട്ട് മതി നീ ചെലച്ചതെന്നും പറഞ്ഞ് അവളുടെ വായക്ക് ടേപ്പ് പൊട്ടിക്കാണ്. പെട്ടെന്ന് ഇപ്പൊ ഗ്രനേഡ് പൊട്ടുന്ന ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കാട്ടെ ജൂനിയർ. എന്നാൽ ഇപ്പൊ അവന്റെ നൈറ്റ് വിഷൻ ഗ്ലാസ്സിലേക്ക് ഫയർ പോപ്പർ എറിഞ്ഞ് അവനെ കീഴ്പ്പെടുത്താണ് ഹെൻറി. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 2 പേരും പരസ്പരം ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. 2 പേരുടെ മുഖത്തും അതിന്റെ ആശ്ചര്യം കാണാനുമുണ്ട്. ഇപ്പൊ ഹെൻറി ജൂനിയറിന്റെ കയ്യിലുള്ള വെപ്പൺസ് എല്ലാം വാങ്ങി ഒഴിവാക്കാണ്. പിന്നീട് അതേപോലെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഡാനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവളുടെ വിലങ്ങ് അഴിക്കുന്നതിനിടയിൽ ഹെൻറി അപ്പൊ അവളോട് നന്ദി പറയണേ. എന്തിനെന്നോ, ഗ്രനേഡിനെ പറ്റി മുന്നറിയിപ്പ് കൊടുത്തതിന്. ഒന്നെങ്കിൽ ഒരാളെ മുഴുവനായും ചെക്ക് ചെയ്യണം, അതല്ലെങ്കിൽ ചെക്ക് ചെയ്യാനേ പാടില്ല. ഒരു മിനിയേച്ചർ മൈക്രോഫോൺ ഡാനിയുടെ വായിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ജൂനിയറും ഡാനിയും സംസാരിച്ചത് മുഴുവൻ ഹെൻറി കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഹെൻറി ജൂനിയറിനോട് പറയാണ്, നിന്നെ കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. വെരിസ് എന്നെ കുറിച്ച് നിന്നോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വേണ്ട, അവനെ പറ്റി നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വെരിസ് അവനോട് പറഞ്ഞിട്ടുള്ളതും മോട്ടിവേറ്റ് ചെയ്യുന്നതും ട്രെയിനിങ് കൊടുക്കുന്ന രീതിയും എല്ലാം അതുപോലെ പറഞ്ഞു കൊടുക്കണേ. ഇതെല്ലാം വെരിസിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഹെൻറിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല കേട്ടോ, ജൂനിയറിനെ കുറിച്ച് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഹെൻറി പറയാണ്. അതായത് ഹെൻറിക്കും ജൂനിയറിനും മാത്രം അറിയാവുന്ന അവരുടെ സമാനതകളും സ്വഭാവ സവിശേഷതകളും കൂടി ഹെൻറി അവന് പറഞ്ഞു കൊടുക്കാണ്. നിനക്ക് തേനീച്ച അലർജിയാണ്, തുമ്മൽ അലർജിയാണ്, അത് തുമ്മിയാൽ 4 തവണ തുമ്മും. നിനക്ക് പസിൽസ് ഒരുപാട് ഇഷ്ടമാണ്, നീ ഒരു നല്ല ചെസ് പ്ലെയറും കൂടിയാണ്. പിന്നെ ഇൻസോമാനെ ബാധിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ. ഇനി ഉറങ്ങിയാലും നൈറ്റ്മേഴ്സ് വന്ന് വീണ്ടും ഉറക്കം നഷ്ടമാവും. അത് കൃത്യം 3 മണിക്ക്. ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ നന്നേ കുറവ്. ഏറ്റവും കൂടുതൽ സന്തോഷം നിനക്ക് ലഭിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നിലത്ത് കിടന്നിട്ട് തോക്കിന്റെ കാഞ്ചിയിൽ വലിക്കുന്ന ആ സമയത്ത്. ഇതെല്ലാം എനിക്ക് അറിയുന്നതിന് കാരണം എന്താണെന്നോ? കാരണം ഞാനാണ് നീ. 25 വർഷം മുമ്പ് നീ അച്ഛനെന്ന് വിളിക്കുന്ന വെരിസ് ഉണ്ടല്ലോ, എന്റെ ബ്ലഡിൽ നിന്ന് DNA സാമ്പിൾസ് എടുത്ത് നിർമ്മിച്ച എന്റെ ക്ലോണാണ് നീ. ഹെൻറി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജൂനിയറിന് ഹെൻറിയെ കൊല്ലണമെന്നുള്ള അവന്റെ ലക്ഷ്യത്തിൽ ഒരു മാറ്റവുമില്ല. മാത്രമല്ല ക്ലോൺ ആണെന്നുള്ള കാര്യങ്ങൾ അവൻ ഇൻസൾട്ടഡ് ആയി ഫീലും കൂടി ചെയ്യുന്നു. അതോടെ ആയപ്പോ അവൻ ഹെൻറിയെ നിർത്താതെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡാനി ഹെൻറിയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ലായിരുന്നു. ഒരേ DNA ആണെങ്കിലും സ്റ്റാമിനയും വേഗതയും ജൂനിയറിനായിട്ട് ഒരല്പം കൂടുതൽ. അതിന്റെ മുൻതൂക്കം ഫൈറ്റിൽ അവന് കിട്ടുന്നുണ്ട്. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അങ്ങനെ അടികൂടി അവരിപ്പോ അവിടുന്ന് താഴേക്ക് വീഴാണ്, വെള്ളത്തിലേക്ക് വീഴാണ്. ഡ്രെയിനേജ് പാസേജ് സംവിധാനമൊക്കെയുള്ള ആ ഒരു വെള്ളത്തിൽ ജൂനിയർ ഹെൻറിയെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട ഡാനി ആ വെള്ളത്തിലേക്ക് എടുത്തു ചേടാണ്. എന്നിട്ട് ഹെൻറിയെ വിടാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ജൂനിയർ അത് അനുസരിക്കാതെ ആയതോടെ അവൻ അവൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരുന്നു. കൈകളിലാണ് വെടികൊണ്ടത്. തൽക്കാലം ജീവൻ ആപത്തില്ല. ഹെൻറിയെ ഡാനി വലിച്ച് കരക്ക് കയറ്റുന്നതിനിടയിൽ ജൂനിയർ ആ ഒരു പാസേജ് വഴി പുറത്തേക്ക് പോകട്ടോ, ഞാൻ നീയല്ല എന്ന് അലറി വിളിച്ചോണ്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. അതിനുശേഷം ഹെൻറിയും ഡാനിയും ബാരോണും കൂടി തിരികെ ജോർജിയയിലേക്ക്. അവിടെയാണ് വില്ലൻ വെരിസ് ഉള്ളത്. ഇതേ സമയം ജെമിനിയുടെ ഓഫീസിലാട്ടോ കാണിക്കുന്നത്. ഹംഗറിൽ നിന്ന് തിരികെ എത്തിയ ജൂനിയറോട് ഇപ്പൊ വെരിസ് ചോദിക്കാണ്, ഹെൻറിയെ കൊല്ലാൻ മാത്രം നിനക്ക് എന്താണ് ഇത്ര കഷ്ടപ്പാട്? ഇപ്പൊ അവൻ തിരിച്ചു ചോദിക്കാണ്, എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേക്ക് എന്നെ കൂട്ടിയിട്ട് പോകാറുള്ള പാർക്ക് അതെനിക്കിഷ്ടമാണെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അച്ഛന്? അവിടെ ടർക്കികളെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നത് എനിക്കിഷ്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്റെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ വെരിസ് പറയാണ്, അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത തവണ വേറെ ഒരിടത്ത് പോകാം. ഇപ്പൊ ജൂനിയർ പറയാണ്, നമ്മൾ മാത്രമല്ല കൂടെ എന്നെ ഉണ്ടാക്കാൻ സാധിച്ച ആ ലാബിലുള്ളവരെയും കൂട്ടിക്കോട്ടോ.
താനൊരു ക്ലോൺ ആണെന്നുള്ള സത്യം ജൂനിയർ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ വെരിസ് ഇപ്പൊ പറയാണ്, ഈ വിഷയം നീ അറിയാതിരിക്കുന്നിടത്തോളം നീ സന്തോഷമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത്. എന്നാൽ അതല്ല, ഹെൻറി പറഞ്ഞതുപോലെ അവന്റെ സന്തോഷം നിലത്ത് കിടന്ന് തോക്കിന്റെ കാഞ്ചിൽ വലിക്കുമ്പോഴാണെന്നാണ് അവനും പറയുന്നത്. ക്ലോൺ ആണെന്നുള്ള കാര്യം ജൂനിയർ അറിയാതിരിക്കാനും ഹെൻറിയെ കൊല്ലാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കള്ളം പറഞ്ഞ് ജൂനിയറെ മൊയാക്കിയതിന്റെ ദേഷ്യവും അമർഷവും എല്ലാം അവനിപ്പോ പുറത്ത് കാണിക്കാട്ടോ. ഇപ്പൊ വെരിസ് തിരിച്ച് ദേഷ്യപ്പെടാണ്. അവനെ വളർത്തി വലുതാക്കിയതും ട്രെയിനിങ് കൊടുത്ത് മികച്ചൊരു അസാസിനാക്കിയതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതെല്ലാം നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് ചെയ്തതെന്നും അങ്ങനെയുള്ള എന്നെ നീ സംശയിക്കരുതെന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ കേട്ടോ. പക്ഷെ വെരിസിനെ കുറിച്ച് ഹെൻറി പറഞ്ഞതെല്ലാം വളരെ കറക്റ്റ് ആയിരുന്നെന്ന് ഇപ്പൊ ജൂനിയറിന് ബോധ്യമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മനസ്സിൽ ചില കാര്യങ്ങൾ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നീട് ഹംഗറിൽ നിന്ന് ജോർജിയയിലെത്തിയ ഹെൻറിയും കൂട്ടുകാരെയും കാണിക്കാട്ടോ. ഒരു പ്രൈവറ്റ് പ്ലേസിൽ പ്ലെയിൻ ലാൻഡ് ചെയ്ത അവര് അവിടെ നിന്ന് അടുത്ത് തന്നെയുള്ള ഒരു ഗോഡൌണിൽ നിന്നും ട്രക്ക് എടുത്ത് പോകാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അവിടെ മറിഞ്ഞു നിന്നിരുന്ന ജൂനിയർ ഹെൻറിയുടെ കഴുത്തിന് ഷൂട്ട് ചെയ്യാണ്. ബുള്ളറ്റ് അല്ല ഷൂട്ട് ചെയ്തത്, മറിച്ച് തേനീച്ചയുടെ വിഷമാണ്. മറ്റുള്ളവരുടെ ശരീരത്തിൽ ബാധിക്കുന്ന പോലെയല്ല കേട്ടോ അവനെ ബാധിച്ചത്. തേനീച്ചയുടെ അലർജിയുള്ള അവൻ ഇപ്പോൾ ശ്വാസം കിട്ടാതെ പെടയാണ്. ഇത് കണ്ട ജൂനിയർ തന്നെ അതിനുള്ള മറുമരുന്ന് ഹെൻറിയുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നു. അതോടെ ഹെൻറി അതിൽ നിന്നും പതിയെ പതിയെ റിക്കവർ ആകാൻ തുടങ്ങി. എന്തിനാണ് ജൂനിയർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നോ അവന് ഉറപ്പിക്കണമായിരുന്നു ഹെൻറി തന്നെയാണോ, ഹെൻറിയുടെ ക്ലോൺ തന്നെയാണോ അവനെന്ന്. ഇപ്പൊ ബാരോൺ ചോദിക്കാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എപ്പോ നോക്കിയാലും ഞങ്ങളുടെ സ്ഥലം ഇത്ര കൃത്യമായി നിനക്കറിയുന്നത് എങ്ങനെയാടാ? ഇപ്പൊ ജൂനിയർ ഹെൻറിയുടെ ഹാൻഡ്സ് കീറിയിട്ട് അകത്ത് നിന്ന് ഒരു ചിപ്പ് പുറത്തെടുക്കുന്നു. 3 വർഷം മുമ്പ് പരിക്ക് പറ്റി സർജറി ചെയ്ത സമയത്ത് അവർ ഫിക്സ് ചെയ്തതാണ് ഈ ചിപ്പ്. ഇത്രയും കാലം ഇതുവഴിയാണ് അവർ ഹെൻറിയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വെരിസിനെ ഇനിയും വെറുതെ വിട്ടുകൂടാ, അവനെ അവസാനിപ്പിക്കാൻ അങ്ങനെ ജൂനിയറെയും കൂട്ടി അവർ അവിടുന്ന് വെരിസിന്റെ അടുത്തേക്ക് പോകാണ്. പോകുന്ന വഴിക്ക് ജൂനിയറെ തിരുത്താനുള്ള ശ്രമത്തിലാട്ടോ ഹെൻറി. നീ ഒരിക്കലും എന്നെ പോലെ ആകരുത്. ഞാൻ മറൈൻ ഫോഴ്സിൽ ചേർന്ന സമയത്താണ് വെരിസിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. അയാൾ അവിടെ എന്നെ വളരെ നന്നായി തന്നെ ട്രെയിൻ ചെയ്തു. എനിക്ക് ഒരുപാട് മെഡലുകൾ അയാൾ കാരണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അയാൾക്ക് വേണ്ടി എന്നെ ഒരുക്കുന്നതിനായിരുന്നു. അതിന്റെ ബാക്കിയാണ് നീ. ഇപ്പോ എന്റെ അവസ്ഥ കണ്ടില്ലേ? നാളെ നിനക്കും അത് തന്നെയാകും സംഭവിക്കുക. അതുകൊണ്ട് ഈ ഒരു ജോലി ചെയ്യാൻ നിന്നെ തടയുന്ന കാര്യങ്ങൾ എന്താണോ അത് മുഴുവനും നീ ചെയ്യണം. കുടുംബം, കുട്ടികൾ, അങ്ങനെ എനിക്ക് കഴിയാതെ പോയത് നീ സാധിക്കണം. അങ്ങനെ അവരിപ്പോ ഒരു സിഗ്നലിൽ എത്തിയപ്പോ ജൂനിയറിന് ഒരു കോൾ വരികയാണ്. വെരിസാണ്. അയാൾ ചോദിക്കാണ്, നീ ഹെൻറിയുടെ കൂടെയാണുള്ളത്? ഇപ്പൊ ജൂനിയർ തിരിച്ചു ചോദിക്കാൻ, ഞാൻ എന്തിനാ അവന്റെ കൂടെ ഉണ്ടാകണ്ടേ? അവനെ കൊല്ലാനല്ല ഞാൻ നടക്കുന്നത്. ഇപ്പൊ വെരിസ് പറയാണ്, മോനെ നീ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി, നിനക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴാണ് അവരുടെ മുമ്പിലെ കുറച്ചകലെ അവരെ എയിം ചെയ്തുകൊണ്ട് ഒരു ടീംസ് നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ എല്ലാവരും കൂടി കാറിൽ നിന്ന് എടുത്തു ചാടുന്നു. അപ്പോഴേക്കും ഒരു മിസൈൽ വന്ന് അവരുടെ കാർ അങ്ങ് തകർത്ത് കളയാണ്. പക്ഷെ ബാരോണിന് മാത്രം അതിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. ആ കാറിനോടൊപ്പം അവനും പൊട്ടിത്തെറിക്കാണ്. ഇപ്പൊ ജൂനിയർ അവിടെ നിന്ന് ഓടിപ്പോവാട്ടോ. ആ സമയം ഇവരെ ടാർഗറ്റ് ചെയ്ത് ആ ഒരു ടീം വരുന്നത് കണ്ട് ഹെൻറിയും ഡാനിയും കൂടി ഒളിക്കുന്നുണ്ടെങ്കിലും വെരിസിന്റെ ആ ഒരു ടീം അവരെ എയിം ചെയ്ത് മൊത്തം വളയാണ്. ഈ സമയം അടുത്ത് തന്നെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് ജെമിനി ഫോഴ്സിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് വെരിസ്. ടെററിസ്റ്റുകളെ നേരിടാൻ ഇനിയും ഫോഴ്സിനെ വേണമെന്ന് മറ്റുള്ള ഏജൻസികളോടും കൂടി അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് ജൂനിയർ കയറി വരികയാണ്. അവരെ ഒന്നും ചെയ്യരുതെന്നും ഇതെല്ലാം അവസാനിപ്പിക്കണമെന്നും അവൻ വെരിസിനോട് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അവനെ കൊല്ലാതെ വിടില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വെരിസ് ഉള്ളത്. നിനക്ക് അവനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്തിട്ട് നീ പോയി രക്ഷിച്ചു എന്നാണ് വെരിസ് ജൂനിയറിനോട് പറഞ്ഞത്. ഇനി അത് തന്നെ രക്ഷയുള്ളൂ എന്ന് തോന്നിയിട്ടോ എന്തോ വെരിസിനെ ഗൺ പോയിന്റിൽ തന്നെ നിർത്താന്. എന്നാൽ വെരിസ് അവനെ പൊടുന്നനെ ആക്രമിക്കുന്നു. വേണ്ടി വന്നാൽ അവനെയും കൊല്ലുമെന്ന് വെരിസ് പറയാണ്. ഇത് കേട്ട ജൂനിയർ വെരിസിനെ തിരിച്ചടിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാളെ അടിച്ചു വീഴ്ത്തിട്ട് ഹെൻറിയെ സഹായിക്കാനായിട്ട് ഓടിപ്പോവട്ടോ. ഈ സമയം ഹെൻറിയുടെ അനിയൻ വളഞ്ഞ ഏജൻസി ഇപ്പോ ലേസർ ഗൺസ് ഒക്കെ ഉപയോഗിച്ചാണ് അവരെ ഷൂട്ട് ചെയ്യുന്നത്. ഒരുവിധം എങ്ങനെയൊക്കെ കഷ്ടിച്ച് അവരിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് ഗൺസ് കയ്യിലാക്കി അവരും ഏജൻസിനെ ഷൂട്ട് ചെയ്യാനും തിരിച്ചാക്രമിക്കാനും തുടങ്ങി. ഇതിനിടെ ഡാനിയുടെ കാലിൽ വെടികൊള്ളുന്നുണ്ട്. വലിച്ചു വെച്ചാണെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഹെൻറി അവളെ മാറ്റുന്നു. പക്ഷെ അവിടെയും സുരക്ഷിതമായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഒരുപാട് ഏജൻസ് അവിടേക്ക് കയറി വരികയാണ്. എന്നാൽ ഇപ്പൊ പെട്ടെന്ന് ആ ഏജൻസ് എല്ലാം വെടിയേറ്റ് വീഴുന്നു. അവരെല്ലാം തീർത്ത് കളഞ്ഞിട്ട് ജൂനിയറും അങ്ങോട്ട് കടന്നു വരുന്നു. പുറത്തും അകത്തും ഇനി ഏജൻസ് ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് ജൂനിയർ ഹെൻറിക്ക് ഉറപ്പ് നൽകുന്നു. വെരിസ് അവനെ കൊണ്ട് ഇനി പ്രശ്നമൊന്നുമില്ല, കാരണം അവന്റെ ഫോഴ്സ് ഉണ്ടെങ്കിൽ അവന് ശക്തിയുള്ളൂ എന്ന് പറയാണ് ജൂനിയർ. പക്ഷെ അവനെ നന്നായി അറിയാവുന്ന ഹെൻറി പറയാണ്, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അത് ആപത്ത് തന്നെയാണ്. അത് ശരിവെക്കും വിധം ഇപ്പൊ ഹെൽമെറ്റ് ഒക്കെ ധരിച്ച ഒരു ഏജന്റ് മാത്രം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവൻ സ്പൈഡർമാനെ പോലെ ഓടിയും ചാടിയും തൂങ്ങിയും കാരണം മറിഞ്ഞുമൊക്കെ അവിശ്വസനീയമാം വിധം അവരുള്ള ആ ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പ് വഴി അവൻ അകത്തേക്ക് കയറുന്നു. അവൻ ഒരു രക്ഷയുമില്ലായിരുന്നു കേട്ടോ. ഒടുക്കത്തെ ഫൈറ്റിങ്. വെടിവെച്ചിട്ടും തിരിച്ചടിച്ചിട്ടും അവൻ ഏൽക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. ജൂനിയറിന് പോലും അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഇപ്പോ നിയോൺ ഗ്യാസിന്റെ ഒരു ബോട്ടിലെറിഞ്ഞ് അതിലേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു ഫയർ എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡാനി. ആ ഒരു നീക്കത്തിൽ അവൻ പെട്ടു.
ശരീരം മുഴുവൻ കത്തിയിട്ടും പക്ഷെ അവൻ എണീറ്റ് വരികയാണ്. എന്നാൽ അതിന് പിന്നാലെ ഒരുപാട് ഗ്യാസ് ബോട്ടിലുകൾ അതുപോലെ എക്സ്പ്ലോഡ് ചെയ്യിക്കാട്ടോ ഡാനി. അങ്ങനെ അവസാനം ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവൻ വീഴ്ത്താൻ ഹെൻറിക്കും ഡാനിക്കും ജൂനിയറിനൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവന്റെ ഹെൽമെറ്റ് ഊരിയ മൂവരും ഞെട്ടി തേച്ച് നിൽക്കട്ടോ. ഹെൻറിയുടെ മറ്റൊരു ക്ലോൺ, അതും ഇമോഷൻസ് ഇല്ലാത്ത, വേദനയില്ലാത്ത, ജൂനിയറിനേക്കാൾ സ്ട്രോങ്ങും സ്മാർട്ടുമായ മറ്റൊരു ക്ലോണ്. അത് തന്നെയായിരുന്നല്ലോ വെരിസിന്റെ മാസ്റ്റർ ബ്രെയിൻ. ഈ ഒരു കണ്ടുപിടുത്തത്തിൽ പരസ്പരം ഉടക്കിയതിനാണ് ഡോമോവിനെ തീർത്തതും കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഹെൻറിയുടെ ഓരോ മിഷൻസ് കഴിയുമ്പോഴും അവനെ പോലെയുള്ള ഏജൻസ് മാത്രം തന്റെ ഫോഴ്സിലുണ്ടായാൽ ഈ ലോകം കീഴടക്കാമെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. അതിനായി ഡോമോവിനെ കൂട്ടുപിടിച്ച് ഏറ്റവും സ്മാർട്ടും സ്ട്രോങ്ങറുമായ ഇമോഷൻസ് ഇല്ലാത്ത ഏജൻസിനെ ഹെൻറിയുടെ ക്ലോണുകളിലൂടെ നിർമ്മിച്ചെടുക്കുക. ഇതാണ് മോഡിഫൈഡ് ഹ്യൂമൻ DNA എന്ന പ്രൊജക്ട്. സോൾജേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന ടെററിസ്റ്റുകൾക്ക് പോലും ഉണ്ടാകുന്ന ഭയം, വേദന, അങ്ങനെയുള്ള ഒരുപാട് വീക്ക്നെസ്സുകൾ സോൾജേഴ്സിനും ഉണ്ടാകും. അത്തരം വീക്ക്നെസ്സുകൾ ഇല്ലാതാക്കി അതിലൂടെ ലോകം കീഴടക്കാനാണ് ജെമിനി മിലിറ്ററി കമ്പനി പോലും വെരിസ് ഉണ്ടാക്കിയത്. ഇനിയും എത്ര ക്ലോണുകൾ ഉണ്ടെന്നറിയില്ല. പക്ഷെ ഇപ്പോൾ കൊല്ലപ്പെട്ട അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വാരിസ് പറയുന്നത്. എന്നാൽ അയാളെ വിശ്വാസമില്ലാത്ത ജൂനിയർ അയാളെപ്പോ കൊല്ലാൻ തുനിയാട്ടോ. എന്നാൽ ഹെൻറി അവനെ തടയുന്നു. ഇത്രയും കാലം അച്ഛനെന്ന് വിളിച്ചതല്ലേ, അവനെ കൊന്നാൽ അത് നിന്റെ മനസ്സിനെ വല്ലാതെ ബാധിക്കുമെന്ന് പറഞ്ഞ് ജൂനിയറിന്റെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് വാങ്ങിയിട്ട് ഹെൻറി തന്നെ വെരിസിനെ കൊല്ലാണ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാറ്റേഴ്സനെ മീറ്റ് ചെയ്യാട്ടോ ഹെൻറി ഒന്നും ചെയ്തില്ലെങ്കിലും അവനെ കൊല്ലാനുള്ള പ്ലാൻ തടയാനാകാത്തതിൽ കുറ്റബോധം തോന്നി തുടങ്ങിയ അയാള് കൂടി നിർത്തിയ അയാളിപ്പോ വീണ്ടും കുടിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഹെൻറിയും അങ്ങേരും തമ്മിലുള്ള ബന്ധം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെങ്കിലും അയാൾ കുടിച്ചു നശിക്കുന്നത് കാണാൻ ഹെൻറി ആഗ്രഹിക്കുന്നില്ല. ഏതായാലും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ജെമിനി ഫോഴ്സും ലാബും എല്ലാം അടച്ചുപൂട്ടി. പാറ്റേഴ്സിനെതിരെ കേസുണ്ട് കേട്ടോ. പക്ഷെ ജാനറ്റിനെ കാട്ടിക്കൊടുത്താൽ അവൾക്കെതിരെ മൊഴി പറഞ്ഞാൽ പണിഷ്മെന്റ് കുറയും. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു കോളേജിലാട്ടോ കാണിക്കുന്നത്. ജൂനിയറിന്റെ പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും ID കാർഡും ഒക്കെ ആയിട്ട് അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെൻറി. അങ്ങോട്ട് ഇപ്പോൾ ഡാനിയും കടന്നു വരികയാണ്. അവൾക്കിപ്പോൾ പ്രൊമോഷനൊക്കെ കിട്ടി DIAയിൽ നല്ല സന്തോഷം മുന്നോട്ട് പോകുന്നുണ്ട്. ഹെൻറി ആണെങ്കിൽ റിട്ടയർമെന്റ് ജീവിതം ആഘോഷമാക്കാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് ജൂനിയറും വരിക കേട്ടോ. പാസ്പോർട്ടും മറ്റ് ID പ്രൂഫുകളൊക്കെ ഹെൻറി അവനെ ഏൽപ്പിക്കുന്നു. അവനൊരു പുതിയ പേരും കൂടി നൽകിയിട്ടുണ്ട്, ജാക്സൺ. അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഡാനിയും ഹെൻറിയും. ആ കോഴ്സ് എടുക്കണം, ഈ കോഴ്സ് എടുക്കണം, എന്നിട്ട് അയാളാകണം, ഇയാളാകണം എന്നൊക്കെ ജൂനിയറിന്റെ ഭാവി പ്ലാനുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കട്ടോ ഹെൻറിയും ഡാനിയും. ഹായ് മുത്തുമണീസ്, അപ്പൊ എങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മടിക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞു തരാൻ എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പുതിയൊരു കഥയുമായി ഉടനെ തന്നെ വരാമെന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ മല്ലു ട്രാഗമൻ.